നമസ്കാരം. ഒടുവിൽ പി.കെ. ബിജു സമ്മതിച്ചു, എല്ലാം പാർട്ടി അറിഞ്ഞുകൊണ്ടാണെന്ന്. ബിജുവിന് അത് സമ്മതിക്കാതെ തരമില്ല. അമ്മാതിരി ചോദ്യം ചെയ്യലായിരിക്കും ഇ.ഡി. ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് എല്ലാം പാർട്ടി അറിഞ്ഞുകൊണ്ടാണെന്ന് ബിജു സമ്മതിച്ചത്. പാർട്ടി അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ നിർവചനമേ ഉള്ളൂ: പിണറായി അറിഞ്ഞുകൊണ്ടാണെന്ന്. ഓരോ തെളിവുകളും പുറത്തു വരുമ്പോൾ അതെല്ലാം തന്നെ പിണറായിക്കും CPM-നും എതിരായിട്ടാണ്. CPM നിയന്ത്രിക്കുന്ന രഹസ്യ അക്കൗണ്ടുകൾ വഴിയാണ് അഴിമതി ഇടപാടുകൾ നടന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലൂടെ തെളിഞ്ഞു വരികയാണ്. വൻതോതിൽ പണമിടപാടുകൾ നടന്ന ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ED, റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനുമൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ കൈമാറിയിരിക്കുന്നത് ശക്തമായ നടപടികളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. സഹകരണ നിയമങ്ങൾ ലംഘിച്ചാണ് CPM കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത്. ഇതിനെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. രഹസ്യ അക്കൗണ്ടുകൾ വഴിയാണ് ബിനാമി വായ്പകളുടെ കമ്മീഷൻ പാർട്ടി കൈപ്പറ്റിയിരുന്നതെന്നും ED കണ്ടെത്തി കഴിഞ്ഞു. ഇത്തരം അക്കൗണ്ടുകൾ വഴി ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായും EDക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഓഡിറ്റിംഗിൽ നിന്ന് മറച്ചു പിടിച്ചത് മറ്റൊരു തെറ്റാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കണമെന്നുണ്ട്. എന്നാൽ കരുവന്നൂരിലെ രഹസ്യ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ CPM ഇത് ചെയ്യാതിരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ക്ഷണിച്ചു വരുത്തും. കരുവന്നൂരിൽ CPM നേതാക്കൾ മാത്രമല്ല, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും കമ്മീഷൻ വാങ്ങിയെന്ന വിവരവും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുവന്നൂരെത്തി പാർട്ടി നേതാക്കളെ കണ്ടിരുന്നു. അഴിമതിക്കെതിരെ കേന്ദ്ര സർക്കാർ ഒത്തുതീർപ്പിനില്ലെന്നും അഴിമതികൾ നടത്തിയവരെ അവർ വഹിക്കുന്ന പദവികൾ നോക്കാതെ പിടികൂടുമെന്നും വ്യക്തമായതോടെയാണ് പിണറായി ഇത്തരമൊരു കൂടിക്കാഴ്ച തന്നെ നടത്തിയത്. അഴിമതിക്കാരായ പാർട്ടി നേതാക്കൾക്ക് ആത്മവിശ്വാസം പകരാനാകും ഇത്. മുഖ്യമന്ത്രി തന്നെ വലിയ അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണ്. മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസ് ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കരുവന്നൂർ ബാങ്കിലെ അഴിമതിയുടെ കാര്യത്തിലും EDയുടെ അന്വേഷണം മുന്നോട്ട് തന്നെ എന്നറിഞ്ഞുകൊണ്ടാണ് പിണറായി കരുവന്നൂരിലെത്തിയത്. അഴിമതിക്കാരോടുള്ള ഐക്യദാർഢ്യമായി ഇതിനെ കാണേണ്ടി വരും. മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക് ചെയ്യുന്നത് പോലെ അന്വേഷണവുമായി പരമാവധി നിസ്സഹകരിക്കുകയെന്ന തന്ത്രമാകും കരുവന്നൂരിലും CPM സ്വീകരിക്കുക. ഈ കേസിൽ മുൻ മന്ത്രി AC മൊയ്തീനെ ED ചോദ്യം ചെയ്തിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ രണ്ടാമതും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. MM വർഗീസ് ഇന്നലെ ഹാജരായിട്ടുണ്ട്. പാർട്ടിയുടെ നില കൂടുതൽ പരുങ്ങലിലാക്കുകയാണിത്. EDയുടെ ചോദ്യം ചെയ്യലിൽ ഒരു കാര്യവും പറയാതിരിക്കുകയെന്നതാവും ഇവരുടെ തന്ത്രം. പക്ഷെ അത് അധികകാലം മുന്നോട്ട് പോകാനിടയില്ല. ED അന്വേഷിച്ച് കണ്ടെത്തിയ അഴിമതിയുടെ തെളിവുകൾക്ക് മുന്നിൽ CPMന്റെ ഇത്തരം തന്ത്രങ്ങൾ പൊളിയുക തന്നെ ചെയ്യും. ബിജു ഉൾപ്പെടുന്ന അന്വേഷണ കമ്മീഷനെ വെച്ചാണ് പാർട്ടി കരുവന്നൂർ അഴിമതി അന്വേഷിച്ച് എല്ലാവർക്കും ക്ലീൻ ചിറ്റ് നൽകിയത്. ഇതിനു പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിനെ ഇറക്കി അഴിമതി തേച്ചുമാച്ച് കളയാനും അഴിമതിക്കാരായ ബാങ്ക് ജീവനക്കാരെ രക്ഷിക്കാനും ശ്രമം നടന്നത്. ഇതേ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ED കൊണ്ടുപോയ ബാങ്ക് രേഖകൾ വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയാണ് ഇതിന്റെ എല്ലാം ദുഷ്ടലാക്ക്. ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നന്ദി.